ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി റെസിപ്പിയാണ്. അതായത് ചീര സൂപ്പ്, ചീര താളിച്ചത് എന്നൊക്കെ പറയും. അപ്പം സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഭയങ്കര ഹെൽത്തിയാണ്. മക്കൾക്കൊക്കെ ചോറിനൊക്കെ നമുക്ക് കറിയായിട്ട് കൊടുക്കാം. വേറെ സാമ്പാർ, തോരൻ കറി എല്ലാത്തിനും കൂടുതലൊരു ഒഴിച്ചുകറിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നത്. വെൽക്കം ബാക്ക് ടു സേറാസ് എൻ്റർടൈൻമെൻറ്റ് വ്ളോഗ്സ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ചീര സൂപ്പ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ കുറച്ച് അധികം ചീര എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് മണ്ണൊക്കെ കളഞ്ഞ് നല്ലവണ്ണം ഒന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കാം. അപ്പം അതിൻ്റെ ഇലയും ഒത്തിരി കനം കൂടിയതല്ല, ഇളം തണ്ടും ആണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പം കുറച്ച് അധികം ചീര എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് ഭാഗം ഞാൻ കുറച്ച് തോരനായിട്ട് ഉപയോഗിക്കുന്നു. അതും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അതൊരു കാര്യങ്ങളും അതിന് വേണ്ട. അപ്പം അതുപോലെ തന്നെയാണ് സൂപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഞാനിതാ കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ആദ്യം സൂപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാ നോക്കൂ, ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഒരു തണ്ട് ഞാൻ എടുക്കുന്നു. അതിനുശേഷം അതിന് കുറച്ച് ഈ ഒരു നീളത്തിൽ അതൊന്ന് ഒടിക്കുന്നു. കത്തി വെച്ചൊന്ന് ഇങ്ങനെ മുറിച്ചെടുത്ത് അതിൻ്റെ ആ നാര് ഇതുപോലെ ഇത് കളഞ്ഞെടുക്കണം. രണ്ട് സൈഡ് മുഴുവൻ നാരും മാറ്റി റിമൂവായി ചെയ്തിട്ട് ആണ് നമ്മൾ സൂപ്പ് ഉണ്ടാക്കാൻ എടുക്കുന്നത്. കാരണം മക്കൾക്ക് കൊടുക്കുമ്പോൾ നാര് തൊണ്ടയിൽ കുടുങ്ങും. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ നാര് കളഞ്ഞിട്ടാണ് സൂപ്പാക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ എല്ലാ ചീരയും തണ്ടുമെല്ലാം ഇങ്ങനെ ഒടിച്ച് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഏകദേശം സൂപ്പിന് വേണ്ട തണ്ടെല്ലാം ഒരേ വലുപ്പത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നു. കുറച്ച് ഇലഭാഗം കൂടെ ചേർത്തിട്ടുണ്ട്. തണ്ട് തന്നെയല്ല ഉപയോഗിക്കുന്നത് സൂപ്പ് ഉണ്ടാക്കാനായിട്ട്. അപ്പം ബാക്കി കുറച്ചെടുത്തിട്ട് തോരനായിട്ടും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സൂപ്പ് ഉണ്ടാക്കുന്നതിനായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇനി ഇത് കുക്കറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പം ഞാനിതാ കുക്കറൊക്കെ പാകത്തിനായിട്ടുള്ള കുക്കർ റെഡിയാക്കി വെച്ചിരിക്കുന്നു. അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു നികക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ പിന്നീട് ഇത് വെന്ത് കഴിയുമ്പോൾ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം ഇതുപോലെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഒരു 5-6 വിസിൽ നമ്മൾ വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പം ഇതാ റെഡിയായി കഴിഞ്ഞു നമ്മുടെ ചീര വേവിച്ചെടുക്കാം. അപ്പോൾ ചീര സൂപ്പിൽ ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ വാളംപുളി. കുറച്ച് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം പുളിവെള്ളം കൂടി ഇത് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പം ഞാനിതാ പുളിയെല്ലാം ഇവിടെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പുളികളൊക്കെ റെഡി ആയിട്ടിരിക്കുന്നു. അപ്പോൾ അതിനിടയിൽ ചീര നമുക്ക് തോരനും കൂടി ഉണ്ടാക്കി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇതാ ചീര ഇവിടെ ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം കുറച്ച് തേങ്ങ ചിരകിയതും, ഉള്ളി, പച്ചമുളക്, കുറച്ച് മഞ്ഞപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് കൈവശം തിരുമ്മിയെടുക്കുന്നു. അല്ലാതെ നമ്മൾ അരച്ചെടുക്കുന്നില്ല, ജസ്റ്റ് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി എടുത്ത് യോജിപ്പിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നമ്മളിത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മതി, അരപ്പ് റെഡിയായി. ഇനി ചീര കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഒരു ഫ്രൈങ് പാൻ വെച്ചിട്ട് നമുക്ക് ചീര തോരൻ റെഡിയാക്കി എടുക്കാം. വെള്ളമൊന്നും ഒട്ടും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് ഇത് ചീര അരിഞ്ഞു വെച്ചിരിക്കുന്നു അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് മതിയാവും. അത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിനിടയിൽ നമ്മുടെ ചീര സൂപ്പിനുള്ളത് റെഡിയായി കഴിഞ്ഞു. 5 വിസിലൊക്കെ അടിച്ചു. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കണം. ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ആയിട്ടുണ്ട്. ഞാനിത് പുളിവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഉപ്പും ഇട്ട് നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇനി നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ച് ഒഴിക്കണം.
കടുക് താളിക്കുന്നു. കടുകും ചെറിയ ഉള്ളിയും കൂടെ അതും കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ചീര സൂപ്പ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. പെട്ടെന്ന് എളുപ്പത്തിൽ ചോറിലൊഴിച്ച് മക്കൾക്ക് കൊടുക്കുമ്പോൾ ചോറൊക്കെ നല്ല ചുമന്നിരിക്കും. അപ്പം അതൊക്കെ കാണുമ്പം കുട്ടികൾക്ക് കഴിക്കാൻ ഒത്തിരി ഇഷ്ടമുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെരി സിമ്പിൾ. അപ്പം അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ കാണാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. ഇതുപോലെ നമ്മുടെ ചീര സൂപ്പ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കാണിക്കാം. ഇതുപോലെ നല്ല ചുമന്ന കളർ. അപ്പോൾ ചോറിലൊഴിച്ച് വേറെ കറികളുടെ കൂട്ടത്തിൽ കഴിക്കുമ്പോൾ ചോറൊക്കെ നല്ല ചുമന്നിരിക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. താങ്ക് യു.